കുറുവ തിയേറ്റേഴ്സ് സ്നേഹപൂർവ്വം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന നാടകം ഒരു ഓജോ ബോർഡ് ഭാരത. ഈ കഥയിലെ കഥാപാത്രവും തികച്ചും സാങ്കല്പികം അല്ല. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ്. ഇതിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ യുവർ കോളേജ് ലൈഫ് വാസ് ഓസം. സീൻ 1, കോളേജ് ക്യാൻറ്റീൻ. എന്താടാ കഴിക്കാനുള്ളേ? കഴിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട് മൊയ്തോ. നീ ആദ്യം ആ പറ്റുവെക്കൊന്ന് തീർക്കാൻ നോക്ക്. ഓഹോ, അങ്ങനെയാണല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം. ഡാ കരുമാടി, ഇവിടെ വന്നേ. നീ ഫസ്റ്റ് ഇയർ അല്ലേ? നിനക്ക് വീട്ടിൽ വേറെ തന്നെ റേഷൻ കാർഡാണ്. എന്തൊരു തടിയാണ് നിനക്ക്. നിന്റെ മെസ് ബില്ലൊക്കെ അടയ്ക്കാൻ വീട്ടുകാരെ ആധാരം പണയം വെക്കേണ്ടി വരുമല്ലോ. അങ്ങനൊന്നുമില്ലക്ക. അതൊക്കെ പോട്ടെ. നിന്നെ വിളിപ്പിച്ച കാര്യം, ഇയാള് നാളെ നിനക്കൊരു പറ്റ് ബുക്ക് തരും. അത് നാളെ തന്നെ ഫുള്ള് വീട്ടിയേക്കണം. അപ്പൊ സെറ്റിലായില്ലേ? ഒരു ഹാഫ് CB എടുത്തേ ബൈ. ചേട്ടാ, കോഴി വെന്തിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ല മോളെ. ഒരാഴ്ചയായിട്ട് ചെണ്ടി കിടന്ന് വേവണ കോഴിയാണ്. വെറുതല്ല ചേട്ടാ ഈ ഹോട്ടല് ഗുണം പിടിക്കാത്ത. നോക്ക്, മൊയ്തു നല്ല ഫോമിലാണല്ലോ. അവൻ ആ കൊട്ടേഷൻ ടീമിനെ കൊണ്ട് പിടിപ്പിക്കണം, അല്ലെങ്കിൽ ആ പോലീസിന് കൊടുക്കണം. എന്നാൽ അവനൊക്കെ പഠിക്കുള്ളൂ. പിന്നെ പോലീസിന് കൊടുത്തിട്ട് എന്താടി കാര്യം? ഇത് 2001, 2025 അല്ല. ഇനിയിപ്പോ പോലീസിന് കൊണ്ടുപോയി കൊടുത്താൽ അവര് പറയും ദാ ആ ചെക്കനെ തടി ഉണ്ടായിട്ടല്ലേ കളിയാക്കുന്നതെന്ന്. അല്ലാണ്ട് പോലീസിൽ ജയിലിൽ പിടിച്ചിടും തോന്നുന്നുണ്ടോ? കാര്യമില്ല. അത് വിട്. നിനക്കൊരു കാര്യം അറിയോ? നമ്മുടെ റൂം 403 നിഖിലേനെ അറിയോ? അവിടെ ഒരു ഓജോ ബോർഡ് ഇറക്കിയിട്ടുണ്ട്. എത്ര ഒറിജിനലാണെന്നാ കേട്ടത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആണോടാ? ഓജാ ബോർഡ് അല്ലെങ്കിലും എന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആണ്. അത് ഇന്ന് നമുക്ക് തകർക്കണം. അടിപൊളി. അപ്പൊ സെറ്റ്. സീൻ 2, ലേഡീസ് ഹോസ്റ്റൽ. ഒരു കാര്യം പറഞ്ഞേക്കാം, എന്ത് വന്നാലും കൈ എടുക്കാൻ പാടില്ല. വരുന്നത് ആരാന്നറിയാലോ? ചാത്തൻ സാധനമാ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഹോളി സ്പിരിറ്റ് പ്ലീസ് കം. എടി അനങ്ങുന്നുണ്ട്. അയ്യോ, പേരെന്താ? SANDRA, സാന്ദ്ര. എന്നമോ നിങ്ങൾ എങ്ങനെയാ മരിച്ചത്? MURDER, മർഡർ. എന്നമോ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. അമ്പോ, എന്താ ചെയ്യാ? അയ്യോ വാർഡൻ, എന്താ ചെയ്യാ? ആരുമില്ലടേ. അതാരോ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. അല്ലേലും എല്ലാവർക്കും അറിയാം നമ്മൾ ഇവിടെ ഈ പണി ഒപ്പിക്കുന്നുണ്ടെന്ന്. എടി പെണ്ണെ, നീ എന്തിനാ പേടിക്കുന്നേ? നീ ബേജാറാവല്ലേ. അല്ലേലും സ്പിരിറ്റ് ഒന്നും വരില്ല. ആ രമ്യ നീക്കിയതല്ലേ? ഞാനല്ലേ നീക്കിയത്? സത്യം പറടി കള്ളി, നീയല്ലേ നീക്കിയേ? ആരെങ്കിലും ആവട്ടെ നീക്കിയത്. പക്ഷെ നമ്മൾ അതിനെ പറഞ്ഞു വിട്ടിട്ടില്ലല്ലോ. അത് ഇവിടെ തന്നെ അലിഞ്ഞു നടക്കുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നു. ഇങ്ങനെയൊരു സാധനം. Please go. To മൊയ്തൂസ് ഹൗസ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മൊയ്തൂനൊരു പണി ഇരിക്കട്ടെ. സീൻ 3, ക്യാൻറ്റീൻ. A few days later. എടാ മൊയ്തു, എന്ത് ഓർക്കാടാ നീ? എടാ നെത്തോലി, നീ ആ കരച്ചിൽ കേട്ടാ? 2-3 ദിവസമായിട്ട് ഒരു രക്ഷയില്ല അളിയാ. രാത്രി ആകുമ്പോഴത്തേനും തുടങ്ങും. ഭയങ്കര സ്വപ്നങ്ങളാ. കൂടെ ഒരു പെണ്ണിന്റെ അലർച്ചയും. കിളി പാറി തുടങ്ങിയ ആ മൊയ്തോ, ആ പയ്യൻ വന്ന് നിന്റെ പറ്റ് കംപ്ലീറ്റ് തീർത്ത്. പക്ഷെ അവൻ പൈസ തന്നപ്പ നിന്നെ ഒരുപാട് ബ്രാഗി. ൊന്നും പണ്ടേ മൊയ്തുവിനെ ഏൽക്കല്ലോ അല്ലേ? എന്താന്നറിയാൻ പാടില്ല അളിയാ.
ഈ പെണ്ണിന്റെ കരച്ചിൽ കാരണം ഉറങ്ങാൻ പറ്റണില്ല. ഇന്ന് രാത്രി ഞാൻ ഉപദ്രവിച്ച എല്ലാവരോടും സോറി പറഞ്ഞില്ലെങ്കിൽ എന്നെ തട്ടിക്കളയുമെന്നാണ് ആ തള്ള പറഞ്ഞേക്കണത്. ഇതിനെയാണ് കർമ്മ എന്ന് പറയുന്നത്. പണ്ടേ ആയിരുന്നു. ഇപ്പൊ ദൈവം ഓൺ ദ സ്പോട്ടാണ് പണി കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ വേറെ സോറി പറഞ്ഞ് തടി ഒരുക്കും. വേറെ വഴിയില്ല. എന്തെങ്കിലും ചെയ്യണോ അളിയാ? ഈ പെമ്പിള്ളേരത്തുനിന്ന് തുടങ്ങാല്ലേ? പെങ്ങന്മാരെ, ഞാൻ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്, ബോഡി ഷേമിങ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു മനസ്സമാധാനം ഇല്ല. നിങ്ങൾ എന്നായിട്ട് പൊരുത്തപ്പെടണം. ഞാൻ നിങ്ങളോട് സോറി പറയാണ്. ഇത് നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല. ഓക്കെ അല്ലേ? ഓക്കെ ചേട്ടാ. ശരി. ചേട്ടാ, സാന്ദ്രയാണോ വന്നത്?